പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ വിശുദ്ധ കുർബാന വഴിയായി ഈശോയുടെ ദിവ്യഹൃദയം നമ്മോട് പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്നേഹം അനന്തവും അവർണ്ണനീയവുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്നേഹം നിറഞ്ഞ ഈ തിരുഹൃദയം അവിടുത്തെ ദൈവശക്തിയെ മറച്ചുകൊണ്ടും അതിനെപ്പറ്റി ചിന്തിക്കാതെയും ഏറ്റവും സ്വതന്ത്രമായും നമ്മോട് സമ്പർക്കം പുലർത്തി വരുന്നു. അനേക ലക്ഷം മാലാഖമാർ അവിടുത്തെ ദൈവസന്നിധിയിൽ ആരാധനാർപ്പണങ്ങൾ ചെയ്യുന്നു. ദിവ്യകാരുണ്യമെന്ന വിശുദ്ധ രഹസ്യത്തിൽ ഈശോ നമുക്ക് പിതാവും നാഥനും ഇടയനും സ്നേഹിതനും നേതാവും വൈദ്യനും വഴിയും സത്യവും പ്രകാശവും ജീവനും സർവോപരി എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയും ആകുന്നു. ഇന്നത്തെ പ്രാർത്ഥനകളും സന്ദേശങ്ങളും ശ്രദ്ധാപൂർവം ശ്രവിച്ച് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നേടാം. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ മാസം ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകമായ ആഴമായ ഭക്തിയും വിശ്വാസവും കർത്താവിൻ്റെ തിരുഹൃദയത്തോട് വണക്കമുള്ള സ്നേഹമുള്ള മാസമായി നമ്മൾ ആചരിക്കുന്നുണ്ടല്ലോ. ഈശോയുടെ വിശുദ്ധ ഹൃദയത്തിൽ തിരുഹൃദയത്തിൽ നാം ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രതിഷ്ഠിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ പറയുന്നു, എൻ്റെ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠാ ജപം നീ എന്നോടൊപ്പം ചൊല്ലണം. നീ അത് ഏറ്റു ചൊല്ലുമ്പോൾ എൻ്റെ വിരൽ തുമ്പ് കൊണ്ട് ഞാൻ എനിക്കും നിനക്കുമിടയിൽ എൻ്റെ കുരിശടയാളം വരയ്ക്കുന്നു. ഞാൻ നിന്നെ പൂർണ്ണമായി ഹൃദയത്തോട് സ്നേഹിക്കുന്നു, നിന്നെ സംരക്ഷിക്കുന്നു. എൻ്റെ സൗന്ദര്യം കൊണ്ട് നിന്നെ ഞാൻ സുരഭിലമാക്കും. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവർക്ക് ഈശോ 12 വാഗ്ദാനം നൽകുന്നുണ്ട്. വിശുദ്ധ മാർഗ്രറ്റ് മേരിയിലൂടെ ഈശോ വെളിപ്പെടുത്തിയതാണ് ഈ 12 വാഗ്ദാനങ്ങൾ. ആദ്യത്തേത്, എൻ്റെ തിരുഹൃദയ ഭക്തർക്ക് അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ കൃപകളും വരങ്ങളും നൽകി ഞാൻ വർഷിക്കും. എൻ്റെ ഹൃദയത്തോട് ഭക്തി പുലർത്തുന്ന ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ സമാധാനം സ്ഥാപിക്കും. എൻ്റെ തിരുഹൃദയ ഭക്തരുടെ സകല അരിഷ്ടതകളിലും ഞാൻ അവർക്ക് ആശ്വാസം നൽകും. അവരുടെ മരണനിമിഷങ്ങളിൽ ഞാൻ അവർക്ക് അഭയം നൽകി സ്വീകരിക്കും. അവരുടെ പ്രവൃത്തികളിൽ ഞാൻ എന്നും അനുഗ്രഹങ്ങൾ വാരി നിറയ്ക്കും. എൻ്റെ ഹൃദയത്തിൽ രക്ഷ തേടിയെത്തുന്ന പാപികൾക്ക് അനുഗ്രഹത്തിൻ്റെ ഉറവയും സമുദ്രവുമായിരിക്കും ഞാൻ. മന്ദഭക്തരായ വ്യക്തികൾക്ക് ഭക്തി തീഷ്ണത ഞാൻ നൽകും. തീഷ്ണഭക്തരായവർ അതിവേഗം പുണ്യപൂർണ്ണതയിൽ വിശുദ്ധിയിൽ നൽകി അനുഗ്രഹിക്കും. എൻ്റെ തിരുഹൃദയ സ്വരൂപം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്ത കുടുംബങ്ങളെ ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും. തിരുഹൃദയ ഭക്തരായ വൈദികർക്കും ഏറ്റവും കഠിന ഹൃദയരായ പോലും ഘോരപാപികളെപ്പോലും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള അഗാധമായ ശക്തി ഞാൻ നൽകും. എൻ്റെ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ എഴുതി മുദ്ര കുത്തി ഞാൻ സൂക്ഷിക്കും. അത് എന്നിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുകയില്ല. 9 മാസം മുടങ്ങാതെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളും വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവരുടെ അന്ത്യനിമിഷങ്ങളിൽ സമാധാനത്തോടെ മരിക്കുവാൻ ഞാൻ അനുഗ്രഹിക്കും. ഈ വിശ്വസ്തമായ വാഗ്ദാനങ്ങൾ സൂര്യനുള്ളിടത്തോളം കാലം എൻ്റെ ഈ വാഗ്ദാനങ്ങൾ ജനഹൃദയങ്ങളിൽ മുദ്രിതമായിരിക്കും. ആമേൻ. കർത്താവേ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമേൻ. ജപം. ദയയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഞാൻ സ്നേഹിക്കുന്നു. ഇത്രയധികമായി എന്നെ അങ്ങ് സ്നേഹിച്ചിരിക്കയാൽ ഇനിയെങ്കിലും അങ്ങേ വേദനിപ്പിക്കാതിരിക്കേണ്ടത് എൻ്റെ കടമയായിരിക്കുന്നു. മാധുര്യപൂർണമായ ഈശോയെ, അങ്ങയോട് ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് മനസ്താപപ്പെട്ട് ക്ഷമ യാചിക്കുന്നു. അനന്തക്ഷമനിധിയായ നാഥ, വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി എന്ത് ത്യാഗപ്രവൃത്തിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. കൃപാനിധിയായ ഈശോ, അങ്ങ് എനിക്ക് ചെയ്തു തരുന്ന
അസംഖ്യങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി സകല മാലാഖമാരുടെയും സ്വർഗവാസികളുടെയും ആരാധനാസ്തുതി സ്തോത്രങ്ങളെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. സാധുശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കേണമേ. ഓ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങേ എല്ലാവരും അറിയുന്നതിന് സ്നേഹിക്കുന്നതിന് ഇടയാകട്ടെ. സ്നാപയോഹന്നാൻ തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ മത്തായി 3:3 പറയുന്നു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഹൃദയത്തിലെ വഴികളിൽ ഉള്ള മാലിന്യങ്ങൾ അകറ്റി നല്ലൊരു പാത ഒരുക്കി കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്കേറ്റാം, നമ്മുടെ നെഞ്ചിലേറ്റാം. കുംഭസാരത്തിലൂടെ വിശുദ്ധീകരിച്ച ശരീരവും മനസ്സുമായി നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. നന്ദിയോടെ. ആമേൻ.